എവിടെയെങ്കിലും അങ്ങനെ കളിച്ചിട്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഊട്ടിയിലൊരു സ്ഥലത്ത് നാടകം കളിക്കുന്ന സമയത്ത് ഫേൺ ഹിൽ അറിയില്ലേ, നിത്യചൈതന്യ യതിയുടെ ഒരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ഒരു യതിയുടെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി. അപ്പോൾ നാടകം കളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ എന്നറിയുന്ന നാടകമാണ്. അപ്പോൾ സ്വന്തം ഭാര്യയോട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇയാളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവായിട്ടേ, മക്കളെ കാര്യം, അഞ്ചൻ്റെ കാര്യം, നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ. അപ്പം ഒരു പെണ്ണിനെ നോക്കി ഇങ്ങനെ സ്വന്തം ഭാര്യയോട് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓഡീഷന് ഒരാൾ പറയും നാടകം നിർത്താൻ പറഞ്ഞു. കാരണം ആളുകൾക്ക് ഫീൽ ചെയ്തത് ഞാൻ സ്വന്തം ഭാര്യനോട് പറഞ്ഞത് മൂപ്പത്തിനോട് പറഞ്ഞ പോലെ തോന്നി. അവിടെ നിർത്തിച്ച് പിന്നെ അതിലേക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി നാടകം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്. അവർ കഥാപാത്രം ഒന്നുമില്ല, പക്ഷെ അവർ കഥാപാത്രം ആക്കുന്നത് സ്വന്തം ഭാര്യയോട് പറയുന്ന പോലെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അന്നാണ് ഞാൻ നാടകക്കാരനായത്. അങ്ങനെയല്ല, കാരണം നിർത്തിയ നാടകം രണ്ടാമത് തുടങ്ങിച്ച ഒരാൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർത്തിവെച്ച നാടകമല്ലേ, ഓഡിയൻസ് നിർത്തിവെച്ച നാടകമല്ലേ, ഒരാളാണ് നിർത്തിച്ചത്. അങ്ങനെ കുളൂരുമാഷുണ്ട് അന്ന് നാടകം കണ്ടേ. മാഷ് പറഞ്ഞു അവിടെ കളിക്കുന്ന പറഞ്ഞു. നമ്മൾ കളിക്കാൻ പറ്റില്ല മാഷെ, ഇനി കളിക്കാൻ കഴിയില്ല ഈ നാടകം എന്ന് പറഞ്ഞു. കളിക്കട ചെയ്യുന്ന പറഞ്ഞപ്പോൾ കളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഖം എന്തൊക്കെയോ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്.